ചെറിയ മുറിവുകൾ ഈ സൈഡിൽ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കാറൊന്നും ഇല്ലാതെ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. പിന്നീടുള്ളത് ഈ ലാപ്രോസ്കോപ്പിയിലെല്ലാം ഉള്ളത് വളരെ കൃത്യമായിട്ടും ഹൈ ഡെഫിനിഷൻ ക്യാമറയും അതിൻ്റെ ലൈറ്റിംഗ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ശ്വാസം എടുക്കുന്നതിനുള്ള മസിലുകളെ ഉത്തേജിപ്പിക്കുന്ന ഞരമ്പുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ലെവൽ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥികളുണ്ട്, പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് വേണം ഈ ഓപ്പറേഷൻ ചെയ്യാൻ. അതൊക്കെ വളരെ വലുതായിട്ട് കാണുന്നുണ്ട്. കുറച്ചുകൂടെ സേഫായിട്ട് ഇതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മുറിവില്ലാത്തത് കൊണ്ടുള്ള വളരെ പ്രയോജനമുണ്ട്. ഇപ്പം എസ്പെഷ്യലി ഒരു സൈഡ് മാത്രം ചെയ്യേണ്ട ഒരു രോഗിക്കാണെങ്കിലും മൊത്തം മുറിവ് ഉണ്ടാക്കിയിട്ടാണ് ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് ചെയ്യാം. അപ്പോൾ മറ്റേ സൈഡിൽ ഒട്ടും തന്നെ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ആ ഭാഗത്തൊരു മുഴ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാം. അപ്പം ആസ് ഗുഡ് ആസ് ഒരു പുതിയതായിട്ട് ചെയ്യുന്ന സർജറി പോലെ ഇരിക്കും. മറ്റേതാണെങ്കിൽ സർജറി ചെയ്ത് മുറുക്കം വന്നിരിക്കുന്ന ഒരു സ്ഥലത്തൂടെ രണ്ടാമത് സർജറി ചെയ്യുന്ന അത്രയ്ക്ക് സേഫ് ആയിക്കൊള്ളണമെന്നില്ല. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ആതിര. ഡോക്ടർ ഉണ്ടോ? ഡോക്ടറെ ചോദിച്ചോളൂ. ആതിര പറയൂ. സാർ, എന്റെ കഴുത്തിൽ ഇങ്ങനെ വീർമതി ഉണ്ട്. പക്ഷെ 2-3 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചപ്പോഴും തൈറോയിഡ് ഇല്ല, നോർമലാണ്. പക്ഷെ അത് എല്ലാവരും ചോദിക്കും തൈറോയിഡ് ഉണ്ടോന്ന്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ ആള് ഈ വീർമത മാറാനായിട്ട് തൈറോക്സിൻ സോഡിയം ടാബ്ലറ്റ് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ് തന്നു. പക്ഷെ അതിനൊരു കുറവുമില്ല. ചെറിയ തൈറോയിഡിന്റെ വീർപ്പുള്ളത് കൊണ്ടാണ് തൈറോയിഡിന്റെ ഗുളിക ഡോക്ടർ തന്നിരിക്കുന്നത്. എത്ര വയസ്സുള്ള ആളാ? എനിക്കിപ്പോ 23 വയസ്സ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഫിസിയോളജിക്കൽ ഗോയിറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മെൻസസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് പ്രഗ്നൻസി വരുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെറിയ വീക്കം, മൊത്തത്തിൽ ഗ്രന്ഥി ഒന്ന് വീർത്തിരിക്കുന്നതായിട്ട് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനെ ഫിസിയോളജിക്കൽ ഗോയിറ്റർ എന്ന് പറയാം. അങ്ങനെയുള്ളപ്പം ഡോക്ടർ ഓപ്പറേഷനൊന്നും സജസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ തൈറോയിഡിന് ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നും കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴെങ്കിലും ഒന്ന് കഴുത്തിൻ്റെ സ്കാൻ എടുത്ത് നോക്കുക, മുഴകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കിയാൽ മാത്രം മതി. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ, എൻഡോസ്കോപ്പി ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരും? ഒരു ദിവസത്തെ കാര്യമുള്ളൂ. 24 hours ഡിസ്ചാർജ് ആവുന്ന കാര്യമേ ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുറിവല്ലേ ഉള്ളൂ. നമുക്കൊരു വാട്ടർ പ്രൂഫ് ഡ്രസ്സിങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പോകാവുന്നതേ ഉള്ളൂ. കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു ഡ്രസ്സിംഗ് ഒക്കെ വെക്കുന്ന വെച്ചാൽ ചെറിയൊരു പ്രഷർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നുള്ളേ ഉള്ളൂ. പോയിട്ട് സാധാരണ രീതിയിലുള്ള ജോലികളൊക്കെ ഏർപ്പെടുത്താം, ഒന്നും കുഴപ്പമില്ല. ആൾക്കാർ കഴുത്തനങ്ങുന്നുണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും വിഷമങ്ങളൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു നോർമൽ ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പറ്റും. പിന്നെ മുറിവൊന്നും ഇല്ലാത്ത ആരും കാണുന്നതുമില്ല. അപ്പോൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രസ്സിങ്ങോ ഒന്നും വെക്കാത്തത് കൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഈ താക്കോൽദ്വാര ശസ്ത്രക്രിയ ഇന്ത്യയിൽ എത്രത്തോളം പ്രചാരമുണ്ട്? ഇപ്പം താക്കോൽദ്വാര ശസ്ത്രക്രിയ വളരെ വളരെ ചുരുക്കം സെൻറ്റേഴ്സിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ആൾക്കാർക്ക് അത് സമീപിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. വളരെ ചുരുക്കം സെൻറ്റേഴ്സിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളൂ. ലോകത്ത് തന്നെ ഒരു 10-20 സെൻറ്റേഴ്സേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും 3-4 സെൻറ്റേഴ്സിൽ മാത്രമേ ഈ തൈറോയിഡ് എൻഡോസ്കോപ്പിക്കിലൂടെ ചെയ്യുന്നുള്ളൂ. കൂടുതൽ ആൾക്കാർ ഈ ലാപ്രോസ്കോപ്പിയിൽ പരിചയം വേണം, പിന്നെ തൈറോയിഡ് സർജറി ചെയ്തിട്ടുള്ള പരിചയം, ഇത് രണ്ടുമുള്ള ഡോക്ടേഴ്സിന് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇപ്പം കുറേ ആൾക്കാർ ഞങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വന്നിട്ട് ആൾക്കാർക്ക് പഠിച്ച് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വെച്ചാൽ അല്ലാതെ തൈറോയിഡിൻ്റെ തുറന്നു ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 100 ഡോക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന 1-2 പേരായിക്കൂടാ. അപ്പം ആ ഒരു ഗ്യാപ്പ് മാറിക്കഴിഞ്ഞാൽ രോഗികൾക്ക് വളരെ പ്രയോജനമായിരിക്കും. ഡോക്ടർ, നമുക്കൊരു ഇടവേള കൂടി എടുക്കേണ്ടതുണ്ട്. ഡോക്ടർ, ഒരു ഇടവേള കൂടി. ഡോക്ടർ തുടരുന്നു. ഡോക്ടർ, എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഇന്ത്യയിൽ വളരെ കുറച്ച് സെന്ററുകളിലേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിന്റെ ചെലവ് കൂടുതലുള്ളത് കൊണ്ടാണോ? അതിന്റെ ചെലവ് കൂടുതലുകൊണ്ടല്ല, ഇപ്പോൾ ഉള്ളത് അത് ചെയ്യുന്നതിന് പ്രാവീണ്യമുള്ള ഡോക്ടേഴ്സ് കുറവായതുകൊണ്ടാണ്, അതിനുള്ള സർജൻസ് കുറവായതുകൊണ്ടാണ്. അല്ലാതെ ചെലവെന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. നമുക്ക് അവിടെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ 75,000 മൊത്തം എക്സ്പെൻസ് വരുന്നുണ്ട്. ഓപ്പറേഷനും അതുമായിട്ട് കിടക്കുന്നതൊക്കെ ആയിട്ട് ഒരു സൈഡിൽ മഴ 2 സൈഡിലൂടെ വരുവാണെന്നുണ്ടെങ്കിൽ അതും കാറ്റഗറൈസ് ആയിരിക്കും. ഓരോരുത്തർ വാർഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കുറവായിരിക്കും. ചെയ്യാതിരിക്കുന്ന ഇപ്പം ആൾക്കാർക്ക് പാടില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പൈസ മുടക്കുന്നതിന് മടിയൊന്നും ഉണ്ടാവില്ല. പാടില്ലാതെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എത്ര സ്ഥലത്ത് സെൻറ്ററിലുണ്ടെങ്കിലും ആൾക്കാർ അത് ചെയ്യാനായിട്ട് തന്നെ മുന്നോട്ട് വരും. വെച്ചാൽ നമ്മുടെ അടുത്തൊക്കെ വളരെ ദൂരെ നിന്നാണ് ആൾക്കാർ വരുന്നത്. കാരണം അവർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഈ തൈറോയിഡ് ശസ്ത്രക്രിയ നടത്താൻ ഭയമുള്ളവരുണ്ട്. കഴുത്തില് മുറിവുണ്ടാകും എന്നുള്ള ആ രീതിയിലൊക്കെ ഭയമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ അത് വെച്ച് അതിന് പിന്നെ തുടർന്ന് ക്യാൻസർ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളിലേക്ക് വരാനുള്ള സാധ്യത? ശരിക്കും തൈറോയിഡിനുള്ള മുഴ വരുമ്പോൾ തന്നെ നമുക്കുള്ള സംശയം അത് തൈറോയിഡ് ക്യാൻസർ ആണോ എന്നുള്ളതാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൈറോയിഡിൻ്റെ മുഴകൾ വന്നാൽ അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്.
പക്ഷേ തൈറോയിഡിന്റെ സർജറി ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മളിപ്പം 2 ഭാഗവും മാറ്റുന്ന ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ക്യാൻസർ അതിനകത്ത് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഈ തൈറോക്സിൻ ഗുളികയുടെ അളവിൽ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയാൽ മാത്രം മതി. മൊത്തം തൈറോയിഡ് ഗ്രന്ഥി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോക്സിൻ കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതിന്റെ അളവ് കുറച്ച് കൂടുതൽ കഴിച്ചാൽ തന്നെ ക്യാൻസറിൻ്റെതായിട്ടുള്ള ഇഫക്റ്റ് ഒന്നും ശരീരത്തിൽ വരാതിരിക്കുന്ന നല്ലൊരു ഇതിലേക്ക് പോകും. മറ്റു ഭാഗങ്ങളിൽ ക്യാൻസർ വരുന്ന പോലെ ഭയപ്പെടേണ്ട ഒന്നല്ല തൈറോയിഡിന്റെ. പക്ഷെ മുഴ കണ്ടു, നമ്മൾ പിന്നെയും അത് വലുതാവാനായിട്ട് വിടാതെ ഒരു പ്രാവശ്യം മുഴ കണ്ടു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് പരിശോധന ചെയ്ത് സർജനെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ടി വന്നു കഴിഞ്ഞാൽ സൂചി ടെസ്റ്റ് ചെയ്തിട്ട് മാറ്റുന്നത് തന്നെയായിരിക്കും നല്ലത്. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? കോള് ഡ്രോപ്പായി. ഡോക്ടർ, ഏത് പ്രായക്കാർക്കായിരിക്കാം തൈറോയ്ഡ് കൂടുതലും വരാൻ സാധ്യതയുള്ളത്? തൈറോയിഡിന്റെ ഈ പറഞ്ഞ ഫിസിയോളജിക്കൽ ഗോയിറ്റർ എന്ന് പറയുന്നത് 10-15 വയസ്സുള്ള സമയത്തൊക്കെ തുടങ്ങുന്ന ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരിക്കും മുഴകൾ പോലത്തെ വരുന്നതൊക്കെ ഒരു 30-40 വയസ്സിനിടയ്ക്കുള്ള ഒരു ഗ്രൂപ്പിലായിരിക്കും. അവർക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോട് കാണുന്നത്. കുറെ കൂടി ഏജ് ആകുമ്പോഴത്തേന് നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലാത്ത വരും. തൈറോയിഡ് അങ്ങനത്തെ മുഴകളായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ കുറഞ്ഞു വരുന്നതിനൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. ഫംഗ്ഷൻ കൂടിയതിന് നമ്മൾ പറഞ്ഞല്ലോ മിക്കവാറും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മതി. പക്ഷേ ടോക്സിക്കോസിസും ഉണ്ട്, മഴയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ സർജറി ചെയ്യേണ്ടി വരും. പറഞ്ഞ പോലെ തന്നെ മൊത്തമായിട്ടും തൈറോയിഡ് പലപ്പോഴും മാറ്റേണ്ടതായിട്ട് വന്നേക്കും. ആ ഒരു യങ്ങർ ഗ്രൂപ്പിലാണ് സാധാരണയായിട്ട് തൈറോയിഡിൻ്റെ മുഴകൾ വരുന്നത്. ഈവൻ ക്യാൻസേഴ്സ് ആണെങ്കിൽ ആ ഒരു 40 ഏജ് ഗ്രൂപ്പാണ് സാധാരണയായിട്ട് തൈറോയിഡിൻ്റെ മുഴകൾ വരുന്നത്. ട്യൂമർ സസ്പീഷൻ വരിക അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം മുഴകൾ പലതായിട്ട് പല സ്ഥലങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. അതിൽ എൻഡോസ്കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെയ്തു എന്ന ആൾക്കാർ അറിയിക്കുന്ന ഇതില്ല, നമുക്കും അതിനെക്കുറിച്ചൊരു വിഷമം വേണ്ട, വളരെ സുരക്ഷിതമായിട്ട് തന്നെ ജെൻഡർ വെച്ചിട്ട് തൈറോയിഡിനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ സ്ത്രീകളിലാണ് കൂടുതലായിട്ടും ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ തൈറോയിഡിന്റെ ഇത് കുറഞ്ഞിട്ടുള്ള വരുന്നത്. ട്യൂമേഴ്സ് സാധാരണയായിട്ടും മെയിൽ ആൾക്കാർക്കാണ് കൂടുതലായിട്ടും കാണുന്നത്. അതുകൊണ്ട് മെയിൽ പേഴ്സൺ വിത്ത് സിംഗിൾ തൈറോയിഡ് ആയിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് വരുവാണെങ്കിൽ എന്തായാലും ഒരു ക്യാൻസർസ് ആയിരിക്കും എന്നൊരു സസ്പീഷൻ വരാറുണ്ട്. അല്ലെങ്കിലും മുഴകൾ സാധാരണയായിട്ട്, കാരണം ഫിസിയോളജിക്കലായിട്ട് ഡിമാൻഡും കൂടുതലുള്ള ലേഡീസിലായതുകൊണ്ട് തൈറോയിഡ് ബന്ധപ്പെട്ട മിക്ക അസുഖങ്ങളും സ്ത്രീകളിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഈ നമ്മുടെ ഭക്ഷണക്രമത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ തൈറോയിഡിന് ഒരു പരിധി വരെ വരാം. ഇപ്പം അയഡിൻ കുറവായിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഈ നമ്മൾ പറയാറുള്ളത് സാധാരണ കോസ്റ്റ് ബെൽറ്റിലാകുമ്പോഴത്തേന് അത്രയും വരത്തില്ല. കാരണം അയഡിൻ ഉണ്ടാവും, വെള്ളത്തിനകത്തൊക്കെ ആണെങ്കിലും അയഡിനും ഉപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മലഞ്ചെരുവിലാകുമ്പോഴത്തേന് അത്രയും അയഡിൻ്റെ ഒരു കണ്ടന്റ് കാണത്തില്ല. ഇപ്പോൾ ഈ യൂണിവേഴ്സൽ അയഡിനൈസേഷൻ വന്നതിന് ശേഷം അയഡിനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിന് നീര് വരുന്ന വേറൊരു തരത്തിലുള്ള അസുഖം നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറച്ചുകൂടെ വ്യാപകമാണ്, മറ്റ് സ്ഥലങ്ങളെക്കാളും കൂടുതലാണ്. തൈറോയിഡൈറ്റിസ് വരുമ്പോഴും ആദ്യം ഫംഗ്ഷൻ വ്യത്യാസം വരിക, കുറച്ചൊക്കെ മുഴകൾ വരാറുണ്ട്. മിക്ക പേർക്കും പക്ഷേ അത് തന്നെ കുറഞ്ഞു പോകും. തൈറോയിഡൈറ്റിസ് വന്നിട്ട് മുഴകൾ നിൽക്കുകയാണ്, അതിൻ്റെ പ്രവർത്തനം കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചികിത്സകളായിട്ട് ആവശ്യം വരാറുണ്ട്. തൈറോയിഡൈറ്റിസിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ സാധ്യത ക്യാൻസർ വരാനുള്ള സാധ്യതകളും കുറേ നാളാകുമ്പോഴത്തേന് വരാറുണ്ട്. അതുകൊണ്ട് തുടർന്ന് നിൽക്കുന്ന തൈറോയിഡൈറ്റിസ്, കട്ടിയുള്ള മഴയുണ്ടെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് പറയും. ഇപ്പം അമിതവണ്ണമുള്ളവർ എപ്പോഴും ഹോർമോണിന്റെ തകരാറ് ഇല്ലെങ്കിൽ തൈറോയിഡ് ആണോ? അങ്ങനെയൊക്കെ അമിതവണ്ണവും തൈറോയിഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അമിതവണ്ണവും തൈറോയിഡും തമ്മിൽ വളരെ ചെറിയൊരു ബന്ധമുള്ളതെന്ന് ഞാൻ വളരെ പറയും. കാരണം ഈ വണ്ണം കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ തൈറോക്സിന്റെ ചെറിയൊരു ഡോസ് കഴിക്കുന്നുണ്ടെങ്കിലും പറയാറുള്ളത് തൈറോയിഡിന്റെ കുഴപ്പം കൊണ്ടാണ് വണ്ണം വെച്ചിരിക്കുന്നത്. അത് വളരെ ചെറിയൊരു വ്യത്യാസം വരത്തുള്ളൂ. ഒരു തൈറോയിഡിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് തൈറോക്സിൻ കഴിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഒരു 4-5 കിലോയിൽ കൂടുതലൊന്നും ഈ തൈറോയിഡിന്റെ കൊണ്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല വണ്ണത്തിന്. അമിതവണ്ണം എന്ന് പറയുന്നത് വളരെയധികം വരെ ദോഷമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം സ്റ്റഡീസ് കാണിക്കുന്ന കേരളത്തിലൊക്കെ ഏതാണ്ട് 40% കൂടുതൽ ആൾക്കാർക്ക് വേണ്ടതിലധികം വണ്ണമുണ്ട്. 20% ആൾക്കാർ പൊണ്ണത്തടിയന്മാരാണെന്നുള്ള. അതിനെ എല്ലാത്തിനെയും തൈറോയിഡിനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഇഷ്യൂ നമ്മൾ കഴിക്കുന്നതും ചിലവാക്കുന്നതും തമ്മിലുള്ള അന്തരം തന്നെയാണ്. എനർജി ഇംബാലൻസ് എന്ന് പറയുക. നമ്മൾക്ക് എക്സസൈസ് ഇല്ല, കഴിക്കുന്നത് കൂടി പോയിട്ട് പൊണ്ണത്തടി വരുന്നതാണ്. അത് പ്രത്യേകിച്ച് വേറൊരു അസുഖം തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഡോക്ടർ, നമ്മുടെ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടറോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.